പ്രിയമുള്ളവരെ, 4-ാം ദിവസം ഈശോയ്ക്ക് വേണ്ടി ഒരുങ്ങുമ്പോൾ നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കാൻ പഠിക്കണം എന്നുള്ളതാണ്. മൃഗങ്ങളെ കുറിച്ച് പറയുമ്പോൾ പോലെ അവർക്കുള്ള ഒരു ക്വാളിറ്റി ആയിട്ട് പറയൂലേ നന്ദി പറയാന്നുള്ളത്. നമ്മളെപ്പോഴും ഇന്നിൽ നിൽക്കുമ്പോൾ ഇന്നില്ലാത്തതിനെ കുറിച്ചും ഇന്നലകളിൽ സംഭവിച്ച ദുരിതങ്ങളെ കുറിച്ചും ദുഃഖങ്ങളെ കുറിച്ചും മാത്രമാണ് നമ്മുടെ തലയിലേക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. അതൊരു പിശാചിന്റെ പ്രവൃത്തിയാണെന്ന് എനിക്കിടക്ക് തോന്നാറുണ്ട്. കാരണം സങ്കടങ്ങളിൽ മനുഷ്യനെ തളച്ചിടുക, അനുഗ്രഹങ്ങൾ കാണാൻ അവനെ സമ്മതിക്കാതിരിക്കുക, അവൻ സംഭവിച്ച ദുരിതങ്ങളെ കുറിച്ച് വീണ്ടും വീണ്ടും ഓർമ്മിപ്പിച്ച് അവനൊരു മുറിവേറ്റ മനുഷ്യനായി തന്നെ തുടരാനായിട്ട് പിശാച് നിർബന്ധം പിടിക്കുക. അവനൊരു സൗഖ്യത്തിലേക്ക് പറഞ്ഞു വിടില്ല. എപ്പോഴും നമ്മളൊരു വിക്ടിം കാർഡ് പോലെയാണ്. നമ്മളെപ്പോഴും വിക്ടിമിനെ പോലെ ബിഹേവ് ചെയ്യാൻ തുടങ്ങുന്നു. നമുക്കൊരു സർവൈവർ ആവണമെന്ന് ആഗ്രഹമില്ല. എന്റെ ജീവിതത്തിൽ 4 വർഷം മുമ്പ് ഇതുപോലെ ഒരു ദുരിതം നടന്നിട്ടുണ്ട്. അത് ശരിയാണ്, നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ദുരിതം നടന്നു, നിങ്ങൾ അത് ഒരുപാട് വില കൊടുത്തു, നിങ്ങൾ കരഞ്ഞു, നിങ്ങൾ മുറിവേറ്റു, അതെല്ലാം ശരിയാണ്. പക്ഷെ ഇതിലൊന്നും നിങ്ങളെ തന്നെ തളച്ചിടാൻ പാടില്ല. അതിനെ ഇങ്ങനെ വേദനകളെ ഇങ്ങനെ താലോലിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ അതുമായിട്ട് സമാധാനത്തിലേക്ക് വരണം. എങ്കിൽ മാത്രമേ നിങ്ങളുടെ മനസ്സിന് ശാന്തത കിട്ടത്തുള്ളൂ. നിങ്ങളുടെ ജീവിതത്തെ മുഴുവനും മാറ്റാൻ പറ്റുന്ന ഒരു അവസ്ഥയാണ് മനസ്സിന്റെ ശാന്തത എന്ന് പറയുന്നത്. നിങ്ങളുടെ ജീവിതത്തിന് മുഴുവനും മാറ്റിയെടുക്കാനായിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ ശാന്തത ഉണ്ടായാൽ സാധിക്കും. അപ്പൊ നിങ്ങളുടെ മനസ്സ് ശാന്തമാകാതിരിക്കാനും നിങ്ങൾ ഇന്നലകളിൽ തളച്ചിടപ്പെടാനും നിങ്ങളുടെ ദുഃഖങ്ങളെ ഓർത്ത് പിന്നെയും പിന്നെയും ഭാരപ്പെട്ട് ജീവിതം തരുന്ന അനുഗ്രഹങ്ങളെ കാണാൻ സാധിക്കുന്നില്ല, മനോഹരമായ ഒരു ഭാവിയെ കാണാൻ സാധിക്കുന്നില്ല, ദൈവം നിങ്ങൾ എന്തുമാത്രം കരുതിയിട്ടുണ്ട് എന്ന് നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ല. അതായത് ഒരു ജീവഹാനി പോലും സംഭവിക്കാൻ പറ്റുന്നിടത്ത് നിന്ന് ചിലപ്പോൾ ചെറിയൊരു അപകടം മാത്രമായിട്ട് അത് മാറിയിട്ടുണ്ടാവും. പക്ഷെ നമ്മളപ്പോഴും മറ്റേ കാര്യത്തെക്കുറിച്ച് ചിന്തിക്കുന്നില്ല. ഈ അപകടത്തെക്കുറിച്ച് മാത്രം ഓർത്താണ് നമ്മൾ സങ്കടപ്പെട്ടിരിക്കുന്നത്. ഒരു ഉദാഹരണം പറഞ്ഞാണ്. അതുപോലെ തന്നെയാണ് കർത്താവ് അറിയാതെ ഒന്നും സംഭവിക്കത്തില്ല. പക്ഷെ തിന്മയുടെ പ്രവർത്തനം കൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ പലതും സംഭവിച്ചിട്ടുണ്ടാകും. അതിൽ കർത്താവും നിസ്സഹായനായിട്ട് നിന്ന ചില സമയങ്ങളുണ്ടാകും. മനുഷ്യന്റെ തീരുമാനങ്ങളുണ്ടല്ലോ. പക്ഷേ നമ്മുടെ കർത്താവിന് ഏറ്റവും ആഗ്രഹമുള്ള ഒരു കാര്യമാണ് നമ്മുടെ സൗഖ്യം. നമ്മൾ സൗഖ്യപ്പെട്ടാൽ മാത്രമേ അവന് നമ്മുടെ ഹൃദയത്തിൽ വന്നിരിക്കാൻ പറ്റത്തുള്ളൂ. മുറിവേറ്റ് തകർന്ന് ഒരുപാട് അരക്ഷിതമായ ഒരു ഹൃദയത്തിലേക്ക് നമുക്ക് അവനെ കൊണ്ടുവരുമ്പോൾ അവനെ നമുക്ക് സ്ഥിരമായിട്ട് അവിടെ താമസിപ്പിക്കാനായിട്ട് സാധിക്കത്തില്ല. അതുകൊണ്ട് നിങ്ങളുടെ മനസ്സിനെ ഒന്ന് അടിച്ച് വൃത്തിയാക്കാൻ പോവാണ് നമ്മൾ. അപ്പൊ പാസ്റ്റിൽ എടുക്കുന്ന കുറെ കാര്യങ്ങളൊക്കെ എടുത്ത് അങ്ങ് കളഞ്ഞേക്കണം. അതുമായിട്ട് ഓക്കെ സംഭവിച്ചു, ഓക്കെ അതൊരു സമാധാനത്തിലാകുമ്പോൾ തന്നെ അപ്രത്യക്ഷമാകും. അതുപോലെ തന്നെ ദുഃഖങ്ങളും ദുരിതങ്ങളും ഒക്കെ മനസ്സിലിങ്ങനെ സൂക്ഷിച്ചു വെച്ചിട്ടുള്ളത് അതെല്ലാം എടുത്ത് അങ്ങ് ദൈവത്തിന് അങ്ങ് കൊടുത്തേക്കുക. അങ്ങനെ അടിച്ചു വൃത്തിയാക്കിയ ഒരു ഹൃദയം, ഒരു ഒഴിച്ചിട്ട ഒരു സ്പേസ് നിങ്ങളുടെ മനസ്സിലുണ്ടായാലേ ദൈവത്തിന് വരാൻ പറ്റുള്ളൂ. നിങ്ങൾ ഇതുപോലെയുള്ള കാര്യങ്ങളെല്ലാം മനസ്സിൽ സൂക്ഷിച്ചുകൊണ്ടിരുന്ന, പ്രത്യേകിച്ച് മുറിവുകളൊക്കെ നിങ്ങൾ സൂക്ഷിച്ചുകൊണ്ടേ ഇരുന്ന് കഴിഞ്ഞാൽ അവിടെ ദൈവത്തിന് വന്നിരിക്കാനുള്ള ഒരു സ്പേസ് ഉണ്ടാവില്ല. നിങ്ങളെ അപ്പോഴും ഭരിച്ചുകൊണ്ടിരിക്കുന്നത് ഈ മുറിവുകളായിരിക്കും. അപ്പോഴും നിങ്ങൾ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നത് ഈ വേദനകളാണ്. നിങ്ങൾ എപ്പോഴും ദുരിതങ്ങളിലേക്കും ദുഃഖങ്ങളിലേക്കും നോക്കിയിരിക്കുന്ന ഒരാളാണ്. നിങ്ങൾക്ക് സ്നേഹിക്കാനോ പ്രതീക്ഷയോടെ ജീവിക്കാനോ സാധിക്കത്തില്ല. ഈശോയ്ക്ക് വേണ്ടി നിങ്ങൾ ഒരുങ്ങുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതുപോലെയുള്ള കാര്യങ്ങളെല്ലാം മനസ്സിൽ നിന്ന് എടുത്തു മാറ്റി ഹൃദയത്തെ ഒന്ന് ഒരുക്കിയിടുന്ന ഒരു അവസ്ഥയിലേക്ക് നിങ്ങൾ എത്തണം. അതിനുവേണ്ടി നിങ്ങൾ ദൈവസന്നിധിയിൽ ഇരുന്ന് പ്രാർത്ഥിക്കണം. നിങ്ങളുടെ ഇന്നലകളുടെ സങ്കടമെല്ലാം ഒരു പേപ്പറിൽ എഴുതിയിട്ട് അത് കർത്താവിന്റെ സന്നിധിയിലേക്ക് കൊടുത്തിട്ട് അതങ്ങ് തീർന്നു എന്ന് നിങ്ങൾ വിചാരിക്കണം. ഉണ്ടായ ദുരിതങ്ങളൊക്കെ എന്തൊക്കെയോ നന്മയ്ക്കായിട്ട് കർത്താവ് പരിണമിപ്പിക്കും. ഒരിക്കൽ കരഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഒരിക്കൽ ചിരിക്കും എന്നൊരു വിശ്വാസത്തിലേക്ക് നിങ്ങൾ വരണം. അങ്ങനെ നിങ്ങളുടെ മനസ്സിനെ അസ്വസ്ഥപ്പെടുത്തുന്ന എല്ലാ കാര്യങ്ങളും ദൈവസന്നിധിയിലേക്ക് കൊടുത്തുകൊണ്ട് കർത്താവിനായിട്ടൊരു സ്പേസ് നിങ്ങളുടെ ഹൃദയത്തിൽ ഒരുക്കിയിടാൻ ഈ 4-ാം ദിവസത്തിലെ ചിന്തയിൽ നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ആമേൻ.